ഇന്നൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തു, ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാള വഴറ്റിയത് ചേർത്ത് കൊടുത്തു, കുറച്ച് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു, പച്ചമുളക് കീറിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ വഴറ്റിയിട്ട് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം പോകുന്നവരെ മൂപ്പിക്കുക. അതിലേക്ക് മഷ്റൂം 200 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ചെറിയ ചൂടിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മഷ്റൂം ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണങ്ങൾ പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പനീർ വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നെയ്യ് മീതെ കൂടെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുക്കി പിടിക്കാതിരിക്കാനായിട്ടാണ് ശരി ഒന്ന് ടൈറ്റായിട്ട് കുക്കറിന്ന് അടച്ച് വെച്ചേക്കുക ഒരു 5 മിനിറ്റോളം. അതിനുശേഷം എന്താ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. മഷ്റൂം പനീർ ബിരിയാണിയാണ്. ഉണ്ടാക്കി നോക്കൂ.